പലപ്പോഴും നമ്മൾ OBSൽ വീഡിയോസ് റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ വെബ്കാം ഉണ്ടാവാറില്ല. അത് കാരണം നമ്മൾ വിഷമിക്കാറുണ്ട്. ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെ നമ്മൾ മൊബൈൽ ഫോൺ തന്നെ OBSൽ വെബ്കാം ആയിട്ട് ഉപയോഗിക്കാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ അച്ചു. എല്ലാവർക്കും Achuschannelfor യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വന്നത് OBSൽ നമ്മൾ മൊബൈൽ എങ്ങനെ വെബ്കാം ആയിട്ട് ഉപയോഗിക്കാമെന്നാണ്. OBS നിഞ്ച എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ഇതൊക്കെ ചെയ്യാൻ പോകുന്നത്. ഈ നിഞ്ചയല്ല, ഈ നിഞ്ച. ഇതിനുവേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് OBS നിഞ്ച എന്ന് സെർച്ച് ചെയ്യണം. അപ്പോൾ ആദ്യം വരുന്ന ഒരു ഓപ്ഷൻ കാണും, OBS നിഞ്ച എന്ന് പറഞ്ഞിട്ട്. അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ക്രിയേറ്റ് റിയൂസബിൾ ഇൻവൈറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു പേര് കൊടുക്കാൻ പറയും. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം, കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് നിങ്ങൾ ജനറേറ്റ് ദ ഇൻവൈറ്റ് ലിങ്ക് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അതൊന്ന് ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 2 ലിങ്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒന്നിവിടെയും ഒന്നിവിടെ ആയിട്ട്. അതിനകത്ത് ഈ ലിങ്ക് നമ്മൾ കോപ്പി ചെയ്യണം. ആദ്യം കോപ്പി ചെയ്യാനായിട്ട് ഇതിനകത്തൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് കോപ്പി ടു ക്ലിപ്പ് ബോർഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നിങ്ങൾ OBSലോട്ട് വരണം. എന്നിട്ട് പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ബ്രൗസർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ടാവും. അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇവിടെ പേര് നൽകാനായിട്ട് വരും. ഇപ്പം ഞാൻ ഒന്നും കൊടുക്കുന്നില്ല. എന്നിട്ട് നേരെ ഓക്കെ കൊടുത്തു. എന്നിട്ട് ഇവിടെ URL എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനകത്ത് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നിങ്ങൾ ഇവിടെ റെസൊല്യൂഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വരും. ഞാനിപ്പോൾ 1920 പിന്നെ 150 കൊടുക്കുകയാണ്, അല്ല 1080 കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ഓക്കെ കൊടുത്തു ഇവിടെ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ലിങ്ക് ഒന്ന് കോപ്പി ചെയ്യണം. എന്നിട്ട് നമ്മളെ മൊബൈലിലോട്ട് ഈ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കണം. നിങ്ങൾക്ക് ഏത് വഴി വേണമെങ്കിലും അയക്കാം. ഡിസ്കോഡ് ഉണ്ട്, വാട്സാപ്പ് ഉണ്ട്, ഇമെയിൽ ഉണ്ട്, അത് വഴി അയക്കാം. അതിനെക്കാട്ടി അല്ലാതെ നിങ്ങൾ ഈ QR കോഡ് സ്കാൻ ചെയ്ത് നേരെ പോവുകയാണ്. ഇപ്പം ഞാൻ ആ ലിങ്ക് മൊബൈലിൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. മൊബൈലിൽ ഓപ്പൺ ആക്കിയ ഉടനെ നിങ്ങൾക്ക് ഷെയർ യുവർ ക്യാമറ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ടാവും. അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ക്ലിക്ക് ചെയ്താൽ വെയിറ്റിംഗ് ഫോർ ക്യാമറ ടു ലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ക്യാമറ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സെറ്റിംഗ് നിങ്ങൾക്ക് ഇവിടെ ചെയ്യണമെങ്കിൽ ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ഒരു സെറ്റിംഗ് ചെയ്യുന്നില്ല. എന്നിട്ട് നേരെ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പം നമ്മൾ OBS ഓപ്പൺ ആക്കണം. അപ്പം എൻ്റെ മുഖം നമ്മളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഞാൻ ഇവിടെ എൻ്റെ മുഖം നിങ്ങൾക്ക് വന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ലാഗ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. കാരണം ഇവിടെ നെറ്റ് സ്പീഡ് കുറച്ച് ലോ ആണ്. നിങ്ങൾ നെറ്റ് സ്പീഡ് ലോ ആണെങ്കിൽ ഇതുപോലത്തെ കുറച്ച് ലാഗൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ OBS മൊബൈൽ വെബ്കാം ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഇതുവരേക്കും ഗുഡ് ബൈ.